ഫാബ്രിക്കിൽ എങ്ങനെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ട് നെക്ക് ലൈൻ ചെയ്യാൻ നോക്കാം. നമ്മുടെ ക്ലോത്തിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. അതിനുശേഷം എത്രയാണോ റെഡി ഷോൾഡർ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ബാലൻസ് ആയിരിക്കും നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് വരുന്നത്. എത്ര നെക്ക് ലെങ്ത്ത് വേണം അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് സെയിം ഇവിടെ വരുന്ന അതേ നെക്ക് വിഡ്ത്ത് ഇവിടെയും മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് ഡ്രോ ചെയ്യാൻ പോണേ. ദാറ്റ് നെക്ക് ലൈൻ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഒരു ഷേപ്പിൽ വരുന്നത് കാരണം നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ ലൈനിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് കേർവ് വരുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഷേപ്പിലും അതുപോലെ തന്നെ ബോഡിയിലും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ കേർവ് എവിടെ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലൈനിൻ്റെ മിഡിൽ നമ്മൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെയും മിഡിൽ ഒന്നും കൂടെ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് നമുക്ക് ഔട്ട് പോകുന്ന പോലെ മാർക്ക് ചെയ്യാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് വരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം. ചെറിയ ഫ്രഞ്ച് കർവ് ആകുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതുപോലെ വലുതിനേക്കാളും അതായിരിക്കും നല്ലത്. അപ്പോൾ ഫ്രഞ്ച് കർവ് വെച്ച് നമ്മളിതിൻ്റെ ഈ ഒരു കോർണർ ഒരു ഭാഗമല്ലേ ഇതിങ്ങനെ തിരിച്ച് വെച്ച് ഈ ഒരു ഷേപ്പ് നമുക്കങ്ങ് ജസ്റ്റ് ഡ്രോ ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു പോയിൻറ്റിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ച് ഈ ഒരു ഭാഗം അങ്ങ് ജോയിൻ്റ് ചെയ്ത് വിടാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിൻറ്റിലേക്ക് വേണം ആ ഷേപ്പിനെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് ഇങ്ങനെ ഡോട്ട് 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 ഇട്ട് ചെറുതായിട്ടങ്ങ് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരും. അത് നിങ്ങൾക്ക് ഓക്കെ ആണ്, കറക്റ്റായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഡാർക്കാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു 0.25 ഒരു മാർക്കിംഗ് ചെയ്യുക. ബിക്കോസ് ഇവിടേക്ക് വേണം നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് എത്തിക്കാം. ബിക്കോസ് ഈ ഒരു ഭാഗത്ത് നിന്ന് പിന്നെ നമുക്കിങ്ങനെ പോയിൻറ്റ് ചെയ്ത് ഇറങ്ങല്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് കർവ് ചെയ്ത് ഇതിനെ കണക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഡോട്ട് ഡോട്ട് ഇട്ട് ഡ്രോ ചെയ്യാം. എന്നിട്ടത് കറക്റ്റ് ഷേപ്പ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിനെ ഇതുപോലെ അങ്ങ് അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്ത നെക്ക് ലൈനിന് വേണ്ടിയിട്ട് എങ്ങനെ ക്യാൻവാസ് കട്ട് ചെയ്യാമെന്ന് നോക്കാം കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ. അപ്പോൾ ഇത് ക്യാൻവാസിൻ്റെ സ്റ്റിക്ക് ചെയ്യുന്ന പാർട്ടാണ്. ഷൈനി ആയിട്ടുള്ള പാർട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യണ പ്രസ് ചെയ്യുമ്പോൾ അയൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ക്ലോത്തിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ അതുപോലെ പശയുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം, ഇത് പശയില്ലാത്ത ഭാഗം. അപ്പോൾ നമ്മൾ ക്യാൻവാസിന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. നമ്മൾ ആ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ നെക്ക്. ബട്ട് നമുക്ക് ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോർഷനാണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമുക്കിനി മാർക്ക് ചെയ്യാം. എല്ലായിടത്തുനിന്നും ഒരു 1 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു ഷേപ്പും നമുക്ക് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാം. നമ്മളിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇത് നമുക്കിനി കട്ട് ചെയ്യണം. അതിന് മുമ്പ് നമുക്കിത് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ 1-2 പിൻ ചെയ്താൽ മതി. നമുക്കിത് പേപ്പറാണ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പീസും അതുപോലെ ഈ ഒരു പീസൊന്നും നമുക്കിനി ആവശ്യമില്ല. ഇനി ഇത് വേണം നമുക്ക് ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ്, ഇല്ലെങ്കിൽ ഏത് ഫാബ്രിക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് സ്റ്റിക്ക് ചെയ്ത് മറയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫാബ്രിക്കിൽ നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അടിച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ടൊരു വേറെ കളർ ഫാബ്രിക് എടുക്കാം. എന്നിട്ട് നമ്മൾ അതിനെ കറക്റ്റായിട്ട് അയൺ ചെയ്യുക, ഇതിലോട്ട് ഒട്ടിക്കാം. അപ്പോൾ ഇതാണ്
ഒട്ടിക്കേണ്ട സൈഡ്, ഇത് പശയില്ലാത്ത സൈഡ്. അപ്പോൾ പശയുള്ള സൈഡിനെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇത് നമ്മുടെ ഒരു പോയിൻ്റാക്കി പിടിച്ചിട്ട് നമ്മളിതിനിങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലോ എന്താണോ അതിനനുസരിച്ച് അത് പോയി അങ്ങ് ഫിറ്റാവും. ഓക്കെ, അപ്പോൾ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ ഫ്ലോയിനനുസരിച്ച് ആ പേപ്പർ അവിടെ ഫിറ്റാവും. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മളായിട്ട് കൈ വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കരുത്. അപ്പോൾ അത് മെഷർമെൻറ്റ്സ് എല്ലാം മാറിപ്പോവും. ഈ ഒരു ഭാഗം പൊന്തി എന്നാലും കുഴപ്പമില്ല. ഇത് കേർവ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഉള്ളിലത്തെ ഈ ഒരു സൈഡ് കറക്റ്റ് ഫ്ലാറ്റായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് നമ്മൾ നന്നായി നോക്കുക. ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഷേപ്പിനത്ര ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തിരിച്ചെടുത്തിട്ട് നിങ്ങൾ തിരിച്ചും സ്റ്റിക്ക് ചെയ്യുക കറക്റ്റായിട്ട്. അല്ലാതെ ഡൗട്ട്ഫുള്ളായിട്ട് നമ്മളിതിന് പ്രൊസീഡ് ചെയ്യരുത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് എക്സ്ട്രാ വിട്ടിട്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിന് കറക്റ്റായിട്ട് അല്ല നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിനെ കവർ ചെയ്യണം. നമുക്ക് ഇതിനെ ഇങ്ങനെ കവർ ചെയ്ത് കോർണറിൽ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം നമുക്കിത് മെയിൻ ഫാബ്രിക്കിൽ അറ്റാച്ച് ചെയ്യണം. അതൊക്കെയാണ് പ്രോസസ്സ്. ഒരു 0.1-ലോ 0.25-ലോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷനും അതുപോലെ തന്നെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ടിപ്സ് നമുക്ക് കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ക്യാൻവാസ് യൂസ് ചെയ്യുക തന്നെയാണ് ഒരു നല്ല കാര്യം. ക്യാൻവാസ് യൂസ് ചെയ്യാതെ റൗണ്ട് ഷേപ്പ് അല്ലാതെ ഏതെങ്കിലും ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുമെന്ന് ചോദിച്ചാൽ കുറച്ച് സംശയമാണത്. കറക്റ്റായിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ മെയിൻ ഫാബ്രിക്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ മെയിൻ ഫാബ്രിക് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു നോർമൽ ഫാബ്രിക് ആയതുകൊണ്ട് ഇതിൻ്റെ നല്ല വശം പൊട്ട വശം ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതിനെ നമുക്ക് റോങ് സൈഡായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് ഇതിൻ്റെ നല്ല വശം ഇത്, പൊട്ട വശം ഇത്. അപ്പോൾ നല്ല വശവും മാച്ച് ചെയ്യുക. നല്ല വശവും നമ്മൾ പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് പിൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒന്നും കൂടെ പ്രോപ്പറായിരിക്കും. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു 3 പോയിൻറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 1, 2, 3 ½ ഇഞ്ചിന് ഒരു പോയിൻറ്റ് കുറവ്. 3 പോയിൻറ്റിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതുപോലെ മാർക്കിംഗ് ഒന്നും ചെയ്യേണ്ടി വരില്ല. അവർക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ഇതുപോലെ മാർക്ക് ചെയ്ത് കാണിക്കുക. ചെയ്യാം. സെൻറ്ററിൽ വന്നിട്ട് നമ്മൾ സൂചി ഇറക്കി നിർത്തിയിട്ട് ടേൺ ചെയ്യാം. ഫുട്ടർ പൊക്കെ ടേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഒരു സൈഡ് എത്തുമ്പോൾ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്യാം. കറക്റ്റായിട്ട് ടേൺ ആയി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ പോർഷൻ കണ്ടാലാണ് ഞാൻ ആ ഒരു ഭാഗത്ത് ഭയങ്കര ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി എക്സസ് ഞാൻ വിട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നല്ലോണം കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ടേൺ ആയി വരാൻ വേണ്ടിയിട്ടാണ്.
കോർണറിൽ സ്റ്റേ സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഈ യെല്ലോ ഫാബ്രിക്കിൽ ടച്ച് ആവാതെ ബ്ലാക്ക് ഫാബ്രിക്കിൻ്റെ കോർണറിൽ സ്റ്റേ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ കാണുന്ന എല്ലാ പീസസും പുറത്തോട്ട് വേണം ഇരിക്കാൻ, ഉള്ളിലോട്ട് ഇരിക്കരുത്, എല്ലാം പുറത്തോട്ട് എടുക്കുക. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ സ്റ്റിച്ചസ് ഉണ്ടാവാൻ. പോർഷനെല്ലാം ഉള്ളിലേക്ക് മടക്കി അയൺ ചെയ്യാം. ഉൾഭാഗത്ത് അയൺ ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് നമ്മൾ നല്ല സൈഡിൽ അയൺ ചെയ്യാം. നിങ്ങൾക്ക് ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കാം, അല്ലാന്ന് വെച്ചാൽ ഫ്യൂസിങ് ടേപ്പ് വെച്ച് ഒട്ടിക്കാം, എന്താണെങ്കിലും. നമ്മളിവിടെ റോങ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉൾ സൈഡാണ്.